കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഏതൊരു ഭക്തനും ഗുരുവായൂരമ്പലത്തിൽ വന്ന് ദർശനം നടത്തുവാൻ മോഹമുണ്ടാകും. ഗുരുവായൂരമ്പലത്തിൽ വന്ന് ദർശനം നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ട ശ്രീ ഗുരുവായൂരപ്പനെ നമുക്ക് ഉള്ളിലേക്ക് സ്വാംശീകരിച്ച് ആ രൂപമുള്ള വിഗ്രഹം നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് പൂജിക്കുവാനും ആരാധിക്കുവാനും മോഹമുണ്ടാകും. അങ്ങനെ മോഹം ഉദിച്ചു കഴിഞ്ഞാൽ ആ മോഹം ശ്രീ ഗുരുവായൂരപ്പൻ നമുക്ക് തരുന്ന ഒരു വരദാനമാണ്. ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതേ രൂപത്തിലുള്ള വിഗ്രഹം ഗുരുവായൂരിൽ നിന്നും ലഭിക്കും. ദൂരദിക്കിൽ നിന്നും നമുക്ക് എപ്പോഴും ഗുരുവായൂരിലേക്ക് വരുവാനോ ദർശനം നടത്തുവാനോ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ കണ്ട ആ ഗുരുവായൂരപ്പൻ്റെ അതേ രൂപത്തിലുള്ള വിഗ്രഹം വാങ്ങുക, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കുക. ആ നമ്മുടെ പൂജാമുറിയിൽ വെച്ച് കഴിഞ്ഞ് ദിവസേന ആ കണ്ണനെ ആരാധിക്കുക. സ്നേഹത്തോടു കൂടിയും ഭക്തിയോടും കൂടി നമ്മൾ ആ കണ്ണനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ട ആ ഗുരുവായൂരപ്പൻ്റെ പോസിറ്റീവ് എനർജി മുഴുവൻ നമ്മുടെ മനസ്സിലുമുണ്ടാകും, നമ്മുടെ ആ വിഗ്രഹത്തിലുമുണ്ടാകും. ആ ലക്ഷണമൊത്ത വിഗ്രഹം നമുക്ക് ഗുരുവായൂരിൽ നിന്നും ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നും നമുക്ക് വാങ്ങാവുന്നതാണ്. നമ്മൾ ഗൃഹങ്ങളിൽ കൊണ്ടുപോയി ആ വിഗ്രഹം വയ്ക്കുക, ആരാധിക്കുക. ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നമുക്ക് ജീവിതത്തിലുടനീളം ലഭിക്കുന്നതുമാണ്. അങ്ങനെ ആ ലക്ഷണമൊത്ത വിഗ്രഹം എവിടെ നിന്ന് കിട്ടും എന്ന് നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാകും. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ദർശനം കഴിഞ്ഞതിന് ശേഷം പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കിടക്കുകയും കുറച്ച് നടന്നതിന് ശേഷം തെക്കേ വശത്തേക്ക് കിടക്കുകയും ചെയ്താൽ അവിടെ എൻ അയ്യപ്പൻ നായർ സൺസ് എന്ന് പറയുന്ന അതിവിശാലമായ ഒരു ഷോറൂം ഉണ്ടാവുന്നതാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം മാത്രമല്ല, ഗുരുവായൂരപ്പൻ്റെ പൂജാതി കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ആലവട്ടം, വെഞ്ചാമരം, കുടിവിളക്ക്, നിലവിളക്ക്, കടാവിളക്ക് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ എന്ന് വേണ്ട അങ്ങനെയുള്ള ഗുരുവായൂരപ്പന് ഒരു ഭക്തനെ സംബന്ധിച്ച് എന്തെല്ലാം സാധനങ്ങൾ വേണമോ ആ സാധനങ്ങൾ മുഴുവൻ ഈ എൻ അയ്യപ്പൻ നായർ സൺസിൽ നിന്നും നിങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഗുരുവായൂരപ്പ ഭക്തന്മാരായ എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം.